നിന്നോടപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ തോന്നണമേ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവായ
യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു തമ്പുരാന്റെ ഉയർപ്പ് നാടുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആ ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ യഹൂദന്മാരെ ഭയന്നടച്ചിരിക്കെ യേശു തമ്പുരാൻ അവരുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും വിലാപവും അവർക്ക് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും യേശു തമ്പുരാൻ അവരോട് നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവരിങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അവരുടെ മേലൂതി അവരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ വന്നപ്പോൾ മന്ദിരവിൽ ഒരുവനായ ഇരുട്ട് എന്ന് വിളിക്കപ്പെടുന്ന തോമ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവനവനോട് ഞാൻ അവന്റെ കൈകളിൽ ആടിപ്പാടുകളെ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ വിലാപ്പുറത്തിന്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശു തമ്പുരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമായോട് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകളെ നോക്കുക, നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമ അവനോട് എന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേകം അടയാളങ്ങളും യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ചു. ഇത് എഴുതിയിട്ടുള്ളത് യേശു ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കുമാറാകട്ടെ.
മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രിയിൽ നിന്ന് ജനിക്കുകയും ഗോകുൽത്തായിൽ വെച്ച് തുറക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാവുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹൂനിയാവുമോ പാപപരിഹാരം നൽകുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയവുമായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉദ്ധവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും അവിടുന്ന് ഓർക്കണമേ. ജീവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരമന അവിടുന്ന് തളിക്കണമേ. കർത്താവും അമൃതത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരളയണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാനുൽമീ. ദൈവാദിദൈവവും കർത്താധികർത്താവുമേ, തിരുസന്നിധിയിൽ ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ളവേ, തിരുമുമ്പാകെയും തന്റെ തേജസ്സിലഗ്നിമേന്മാർ പരിഭ്രമിക്കുകയും തന്റെ ദർശനത്തിൽ ആത്മീക ഭയന്ന് പിറക്കുകയും ചെയ്യുന്ന എന്റെ നാഥ, നിന്റെ മുമ്പാകെ ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപേന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്ദരഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകെയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീക മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായി അയച്ച് ഞങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ അബദ്ധയും വീഞ്ഞിനെയും ശുദ്ധീകരിക്കും
നിർമ്മലമായ സുഗന്ധബലികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും അവിടുന്ന് നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ചും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാനുൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനെ പ്രകാരം കീർത്തിച്ചു ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധനുമായ പരിശുദ്ധൻ, താൻ നമ്മളുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മേലും സഹോദരീ സഹോദരങ്ങളുടെ മേലും നേതാക്കന്മാരുടെ മേലും പുരുഷന്മാരുടെ മേലും മരിച്ച പോയവരുടെ മേലും ഈ വിശുദ്ധാസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചു പോയവരുടെയും ആത്മാക്കളിൽ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയാകുന്ന നല്ല ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവരുമാകുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും Yeah.
സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബകുല സുബ്ഹാനഹുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായി എന്റെ വലതുകൈ ആവശ്യപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബകുല സുബ്ഹാനഹുൽമീ. നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ദോഷങ്ങൾക്കും വേണ്ടി കാർമികമല്ലാത്ത നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത് മനുഷ്യകാതപരാനിരിക്കുന്ന ഇടമായ ആ സ്വർഗീയ മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും ഋഷിമാരും പ്രവീന്മാരും ശ്രേഷ്ഠന്മാരും മോറാമോസിന്മാരുമായ അദൃശ്യരും അസംഖ്യരുമായ
സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്തവാരങ്ങളോടും അവർണീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവരെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോട് സ്വയം താഴ്ത്തപ്പെടുകയും ശരീരത്തിൽ കഷ്ടത്തെ അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ രാത്രിയിൽ വിശുദ്ധാതൃകളിൽ അപ്പം താനെടുത്തു വാഴ്ത്തി തന്റെ വിശുദ്ധ സ്നേഹിതന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പി. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. തന്നെ വെള്ളത്തിൽ നിന്ന് വീട്ടിലെന്ന് കലർത്തിയതായ കാസായും ഞാനെടുത്തു വാട്ടി തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ചെയ്തു. വലുതായി വിശുദ്ധ രഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവ് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളി അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു. അതാമോ കുറ്റക്കാരുമായ നിന്റെ ദാസനാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയമായ എന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ വരപ്പിക്കുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തികളുടെ പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അചാതാപൂർവം പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായവനേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. I
ഞങ്ങളോട് കരുണ ചെയ്യണമേ. അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബ്ഹാനൽ മീൻ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബ്ഹാനൽ മീൻ. നിരാശരെയും ബന്ധുക്കളെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖസമൃദ്ധമായ തീരുമാനമായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ശാന്തവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബഹുല സുബാനുൽമീ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവർ, വിശുദ്ധിയുള്ളവർ, മഹത്വമുള്ളവർ, അനുഗ്രഹിക്കപ്പെട്ടവർ, നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവരോടുകൂടെ പരിശുദ്ധന്മാരായ വിദ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഗരിസ്ഥന്മാരെയും സഹോദരന്മാരെയും മൗകന്മാരെയും ഭാഗ്യവനും തന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മാതാനെയും ക്ഷമാക്ഷണന്മാരും പ്രാധാന്യം സഹോദരന്മാരും മുൻകാരനുമായ പരിശുദ്ധനും പക്വമുള്ളവനുമായ മാസ്റ്റിഫാനോസിനെയും സ്ത്രീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർത്തോസിനെയും മാർപ്പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിയായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുകൂടെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥനകൾ കോടയട്ടെ. അവനോട് നാം പ്രാർത്ഥിക്കണം. പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും മോഹനിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബഹുല സുബാനുൽമീ. ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച ശ്രമിക്കുന്നവരെ ഇക്കാര്യം വചനമുണ്ടായ പുണ്യപ്പെട്ടവരെ പരിശുദ്ധമായ സുനാദോസുകളെ അവരുണ്ടായിരുന്ന നീതിമാന്മാരും അൻപാന്മാരും സ്തുതിക്കപ്പെട്ടവരെ ദൈവത്തെ ധരിച്ചവരുമായ നമ്മുടെ പിതാക്കന്മാരെ മുസ്ലിമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യന്മാരും പുണ്യവാനും സ്നേഹായും സഹായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസ്യോസും അത്തർനിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്മോറോസും തീമോഥെയോസും ഫിലിപ്സിനോസും അന്തിമോസും ഈവാനിയോസും വചനമായ ദൈവശരീരത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ ശേഷയുടെ അവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി കേളിച്ചവരുമായ ഉന്നത ഗോപുരമായ പ്രസിദ്ധനായ മർക്കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ കൃഷ്ണസഭകളുടെയും വിവേകമുള്ളവായും തോന്നും അൽപ്പാനും പുഷ്പങ്ങൾക്കുള്ള സ്ഥലവും മറിയാം ദേവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ നമ്മുടെ പത്രീശ്വരന്മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധരുമായ നമ്മുടെ ബാബമാരെ യാക്കോബും മുപ്പത്താനെയും മാറപ്രേലിമാരെ യാക്കോബും മാറിസഹാക്കുമാരും ദുഃഖിതന്മാരും തലവന്മാരായ മാർക്കുസുമായും ക്രിസ്തുനെയും തിരഞ്ഞെടുക്കപ്പെട്ട മാറപ്പായും ബന്ധുമാൻ ബെസേലിയസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മനക്കുല പ്രശസ്തന്മാരായ മാർപ്പിഗോറസിനെയും മാർദിവനാസിനെയും ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു കേൾപ്പിക്കുന്നവരായ ഇവരോട് കൂടെയും ഇവരോടെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയാക്കിയിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസമാകുന്ന പാറമേ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബഹുല സുബാനുൽമീ. സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ പ്രാവശ്യം ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മൽപ്പായും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി മാറിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മനുഷ്യരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും ആരോഗ്യങ്ങളെയും തന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ വിശ്വാസത്തോട്
ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും അവിടെ തോന്നിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനും ഇടയാകണമേ. ഓശോ ബഹുകുല സുബാനവൽകി. സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായായ ദൈവത്തിന്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുപോലെ പിതാവേ ഞങ്ങൾ സ്തുതിക്കുന്നു.
വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏകപുത്രന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാമോടും ശരീരമെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉച്ചമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ പബകുല സുബാനുൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങളെ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാകുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Amen.
നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച, ഒരു ഞായറാഴ്ച സന്ധ്യയ്ക്ക് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ വന്നു നിൽക്കുന്ന ഒരനുഭവമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പത്രോസും യൂഹാനോനും ഒക്കെ കണ്ടു. കേഫാൻ അതുപോലെ തന്നെ മഗ്ദലക്കാരത്തി മറിയം ഉൾപ്പെടവർ ബോധ്യപ്പെട്ടതാണ്. എങ്കിലും നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കായി കടന്നു വന്നു നിൽക്കുന്ന മഹത്തായ ഒരു ദിവസമാണ് ഇന്ന്. ആ ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് തൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് വാതിലുകൾ അടച്ചിരിക്കെ കർത്താവ് അവരുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അത് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ
നിലനിൽക്കുകയും ആരുടെ ഭാഗങ്ങൾ നിർത്തുന്നുവോ അവ അങ്ങനെ നിലനിൽക്കുമെന്ന് പറയുകയാണ്. എന്നാൽ ആ വേദഭാഗത്തിന്റെ 2ാം ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് വന്നപ്പോൾ മാർത്തോമാ ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2ാം പ്രാവശ്യം മാർത്തോമാ ശ്ലീഹായോട് തന്റെ ശിഷ്യന്മാർ പറയുകയുണ്ടായി, ഞങ്ങൾ ഞങ്ങളുടെ ഗുരുവിനെ കണ്ടു, അദ്ദേഹത്തിന്റെ ആണിപ്പാടുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ ഒരു പ്രതിവാക്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനത് കണ്ട് വിശ്വസിക്കണമെങ്കിൽ അവന്റെ കാണിപ്പാടുകളിൽ തൊടുകയും അവന്റെ വിലാപ്പുറത്ത് തൊട്ടു നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് മനോഹരമായ ഒരു വാക്ക് അവിടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് മറ്റൊന്നും പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഒരു പ്രാവശ്യം നമ്മുടെ കർത്താവ് വീണ്ടും വന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ നിന്നിട്ട് തോമായോട് പറയുകയാണ്, തോമായെ, നീ എൻ്റെ അടുക്കിലേക്ക് വരിക. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാണ്, എങ്കിലും നീ എൻ്റെ വിലാപ്പുറത്ത് നിന്റെ കൈകൾ ഇടുക എന്ന് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്. അവിടെ തോമാ ശ്ലീഹ ഇട്ടതായിട്ടൊന്നും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല. പക്ഷെ ആ മകൻ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഉത്തരം കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ മാർത്തോമാ ശ്ലീഹ പറയുന്ന മനോഹരമായ വാക്കാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഭാരതസഭയുടെ മക്കളായിരിക്കുന്ന നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മാർത്തോമാ ശ്ലീഹായിരിക്കുന്ന പൗരസ്ത്യസഭയുടെ ശ്രേഷ്ഠ പിതാവായിരിക്കുന്ന മലങ്കരയിൽ നമ്മളെ ആത്മീയതയിൽ വളർത്തിയ ഈ പുണ്യപിതാവിന്റെ മഹത്തായ ഒരു ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ആ ശബ്ദം മറ്റൊന്നുമല്ല, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള മഹത്തായ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉണ്ടാകണം. നമ്മുടെ കർത്താവ് അവസാനമായി പറയുകയാണ്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ, എങ്കിലും കണ്ടിട്ട് വിശ്വസിച്ചവരുണ്ട്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ് ആ കാര്യം പൂർത്തീകരിക്കുക. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ 1-2 പ്രധാന സംഗതികൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അദ്ദേഹം ഇന്നലെ വരെ ഉണ്ടായിരുന്ന മനുഷ്യാകൃതിയിലാണെങ്കിലും അതിന് ചില വ്യത്യസ്തതകളുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മക്കളുകാരത്തിൽ മറിയയ്ക്ക് കർത്താവിനെ കണ്ടപ്പോൾ മനസ്സിലാകാഞ്ഞത്. കാരണം ഇന്നലെ വരെ ഭൗതിക ലോകത്തിന്റെ ഒരു പ്രകാശമായിരുന്നുവെങ്കിൽ ഇന്ന് ആത്മീക ലോകത്തിന്റെ ഒരു പ്രകാശമാണ് തന്റെ ശരീരത്തിന് ചുറ്റും പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വെള്ള തുണി ധരിച്ച തോട്ടക്കാരനാണോ എന്നൊക്കെ സംശയിക്കുന്നത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ നാൾ മുതൽ ഇന്നലെ വരെ ശിഷ്യന്മാർ കണ്ട ഒരു ക്രിസ്തുവിനെ അല്ല കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുറിവുകളുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയതുണ്ട്. ഈ പാടുകളെല്ലാം അതിനകത്തുണ്ടെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ച ഒരു വ്യത്യസ്തതയുണ്ട്. ആ ശരീരം നമ്മൾ ഇന്നലെ വരെ തന്റെ ശിഷ്യന്മാർ കണ്ട ശരീരമല്ല. അതുകൊണ്ടാണ് ശരീരത്തിന്റെ വ്യത്യസ്തതയുടെ ഒരു രൂപമാണ്. ഗുഹയിൽ നിന്ന് നമ്മുടെ കർത്താവിനെ ഖബറിൽ അടക്കിയിരുന്നു, അതിൽ നിന്ന് പുറത്തു വന്നു. വാതിലുകളെല്ലാം അടച്ചിരിക്കെ തന്റെ ശിഷ്യന്മാരുടെ സന്നിധിയിൽ വരുന്നു. അതുകൊണ്ട് ഇന്നലെ വരെയുള്ള മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത, വാതിലുകൾ അടച്ചിട്ടാൽ ആരെങ്കിലും തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ തുറക്കണം, എങ്കിൽ മാത്രമേ ആ വാതിലിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ പ്രത്യേകത, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വാതിലുകൾ അടച്ചിരിക്കുമ്പോഴും അദ്ദേഹം ആ ഭവനത്തിനുള്ളിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് ഇനിയും ഞങ്ങൾക്ക് ആരുമില്ല എന്നിരിക്കുമ്പോഴാണ് അവരുടെ മധ്യേ വന്ന് നമ്മുടെ കർത്താവ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നലെ വരെ നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കണ്ടവരല്ല, വേറിട്ട ഒരു ക്രിസ്തുവാണ്. കാരണം പിതാവിന്റെ സന്നിധിയിൽ എങ്ങനെയാണോ പുത്രൻ ഇരിക്കുന്നത് അതുപോലൊരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറി. പക്ഷേ മനുഷ്യാവതാരത്തിന്റെ സർവ മർമ്മങ്ങളും അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട് എന്നത് മറന്നു പോകരുത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമാക്കി കൊണ്ടുവരുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ ചോദ്യം ഇതാണ്. യോഹന്നാൻ വളരെ കാര്യമായിട്ട് എഴുതുന്നു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു, തങ്ങളുടെ വിലാപ്പുറവും തങ്ങളുടെ മുറിവുകളും, കർത്താവിന്റെ കൈകളിലുള്ള മുറിവുകളെല്ലാം തങ്ങളെ കാണിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും മരിച്ചുപോയ ക്രിസ്തുവും വ്യത്യസ്തരായിരുന്നു എന്നൊരു സംശയത്തെ മാറ്റുവാൻ വേണ്ടിയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്കൊരു പുതിയ ക്രിസ്തുവായി വന്നതാണോ, മറിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണോ വന്നത്? ഇത് വ്യക്തമാക്കുവാനാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ കണ്ടു,
അവന്റെ വിലാപുറം കണ്ടു, അവന്റെ മുറിവുകൾ കണ്ടു. ഈ മുറിവുകളെല്ലാം മനുഷ്യ ശരീരത്തിൽ അവൻ അനുഭവിച്ചതാണ്. ഈ മനുഷ്യ ശരീരത്തിൽ അനുഭവിച്ച എല്ലാ മുറിവുകളും വേദനകളും ഞങ്ങൾ കണ്ടു എന്ന് ശ്ലീഹ എഴുതുമ്പോൾ ശ്ലീഹ വളരെ അറിവോടുകൂടിയാണ് ഉയർത്തെഴുന്നേറ്റ, മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനായ ഒരു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. തന്റെ പിതാവിന്റെ പുത്രനായിരിക്കുന്ന അതേ ക്രിസ്തു ഇന്ന് വേദനകളൊക്കെ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ടി മനുഷ്യാവതാരം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വലിയ ഒരു അറിവ് അവിടെ വരിക. ശിഷ്യന്മാർ വിശ്വസിച്ചു. കാരണം ഭാവങ്ങളൊക്കെ മാറി, വെണ്മയുള്ള ശരീരമായി കർത്താവിൻ്റെത് മാറി, എല്ലാം ശരിയാണ്. പക്ഷെ കർത്താവിന്റെ മുറിവുകൾ കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, തങ്ങൾക്ക് അവനെ കൊണ്ടുപോയപ്പോൾ അവന്റെ മുറിവുകൾ ഉണ്ടായതൊന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അവൻ അനുഭവിച്ച എല്ലാ വേദനകളും തങ്ങളുടെ മുമ്പാകെ വന്ന് നമ്മുടെ കർത്താവ് കാണിക്കുകയാണ്. എന്നാൽ ഈ ഒരു സംഗതി അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു പുതിയ അറിവ് ലഭിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത് തോമാസ് ശ്ലീഹായോട് പറയുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ എന്നെ ആദ്യമൊക്കെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം നമ്മുടെ തോമാസ് ശ്ലീഹയാണ്. ഭാഗ്യവാൻ, കർത്താവിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും നമ്മുടെ കർത്താവിൽ തോമാസ് ശ്ലീഹായിൽ നമ്മൾ കാണേണ്ട ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, യഹൂദന്മാരെ പേടിച്ചാണ് ഈ ബാക്കി 10 പേരും ഇങ്ങനെ പള്ളിക്കുള്ളിൽ കയറിയിരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ യഹൂദന്മാർ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യും. പക്ഷെ തോമാസ് ശ്ലീഹ വളരെ ധൈര്യപൂർവ്വം ആ ചുറ്റുപാടുകളിലൂടെ നടന്നു. ഇതുകൊണ്ടായിരിക്കാം ഭാരതത്തിലേക്ക് നമ്മുടെ കർത്താവ് തോമാസ് ശ്ലീഹായെ തന്നെ വിട്ടതെന്നായിരിക്കുന്നു. ശിഷ്യന്മാരെല്ലാം പേടിച്ച് ദേവാലയത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ഈ മാർത്തോമാ ശ്ലീഹ മാത്രം എവിടെ കൂടാ നടന്നതെന്ന് അറിയത്തില്ല. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു, യഹൂദന്മാരെ പേടിക്കാതെ. കാരണം അദ്ദേഹത്തിന്റെ ധൈര്യശാലിയായിരുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? ലാസർ മരിച്ച സമയത്ത് നമ്മുടെ കർത്താവ് മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയും അപ്പോൾ വീണ്ടും യെരൂശലേമിലേക്ക് ചെന്നാൽ നമ്മുടെ കർത്താവിനെ കൊല്ലുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ലാസറിന്റെ അടുക്കിലേക്ക് പോകാൻ എല്ലാവരും മടിച്ചു. അപ്പോൾ ലാസർ, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലാസറിന്റെ അടുത്തോട്ട് പോവുകയാണ്, മരിച്ചവനായ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇത് കേട്ടുടനെ മറ്റു ശിഷ്യന്മാർ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷെ തോമസ് ശ്ലീഹ പറഞ്ഞ വ്യക്തമായൊരു വാക്കുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതറിയോ? അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോകാം. ഇതാണ് നമ്മുടെ കർത്താവിന്. ഇത്രയൊന്നും ആർജവത്വം മലങ്കര നസ്രാണിക്കുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ നമ്മൾ ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കും, ഒരു കൊടിയെടുത്തോണ്ട് നടക്കും. പക്ഷെ തോമസ് ശ്ലീഹായുടെ 2 ശക്തമായ നിലപാടുകൾക്ക് നമുക്ക് വലിയ ശക്തിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിലൊന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളിൽ ഒന്ന് ഇതാ. അദ്ദേഹം പറഞ്ഞു, അവനോടുകൂടി യെരൂശലേമിലേക്ക് മരിക്കേണ്ടതിന് നാമും പോകാം. ഈ ശക്തമായ നിലപാട് മലങ്കര നസ്രാണിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മലങ്കര നസ്രാണി ഒരു സഭയുടെ മുമ്പിൽ അല്പം പോലും അടിയറവ് വെക്കുകയില്ലായിരുന്നു. മലങ്കര നസ്രാണി എഴുന്നേൽക്കുമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന്റെ ആർജവത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ മാർത്തോമാ ശ്ലീഹായുടെ ശക്തമായ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പതിച്ചിരിക്കണം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. രണ്ടാമത് മാർത്തോമാ ശ്ലീഹായിൽ ഞാൻ കണ്ട പ്രത്യേകതകളിൽ ഒന്ന്, എല്ലാ ശിഷ്യന്മാരും പേടിച്ച് ദേവാലയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏതോ ഒരു ഭവനത്തിൽ ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ മാർത്തോമാ ശ്ലീഹ മാത്രം യഹൂദന്മാരെ ഭയം കൂടാതെ ആ ദേശത്തു കൂടി സഞ്ചരിച്ചിട്ട് ശിഷ്യന്മാരുടെ അടുക്കിലെത്തി. ഇതപ്പോൾ കർത്താവിന് മനസ്സിലായി കാണും, മാർത്തോമാ ശ്ലീഹായ്ക്ക് മാത്രമാണ് ശിഷ്യന്മാരിൽ ലെവലേഷൻ, പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആവേശത്തോടുകൂടി ഈ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള കരുത്ത് മാർത്തോമാ ശ്ലീഹായ്ക്കുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്നാൽ 2ാം പ്രാവശ്യം നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാര് മാർത്തോമാ ശ്ലീഹായോട് പറഞ്ഞു, ഞങ്ങൾ അവനെ കണ്ടു, അവന്റെ വിലാപ്പുറം കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമാസ് ശ്ലീഹായുടെ വ്യക്തമായ ഒരു വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ വിശ്വസിക്കണമെങ്കിൽ അവന്റെ വിലാപ്പുറം കാണാൻ, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ ഞാൻ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. കുറച്ചൊക്കെ മലങ്കര നസ്രാണിക്ക് ഇതൊക്കെ വേണമെന്നാണ് നമ്മൾ പറയും. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ, അത് നമ്മളൊക്കെയാണ്. നമ്മൾ കർത്താവിനെ കണ്ടില്ലല്ലോ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന മനോഹരമായ ഒരു വാക്ക് കർത്താവിൻ്റെതോട് അത് നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റുമെന്നും മരിച്ചവനായ ദൈവമാണ് ഉയർത്തെഴുന്നേറ്റെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവൻ സത്യമായും എന്നതാണ് നമ്മൾ പറയുന്നത്. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ശക്തമായ നിലപാടുകൾ നമുക്ക് വേണം.
എന്നാൽ മാർത്തോമാ ശ്ലീഹായെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ ജീവിതകാലത്ത് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ വിരലുകൾ ചേർന്നിരിക്കുകയായിരുന്നു. വിരലുകൾ ചേർന്നിരിക്കുന്ന ഈ മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ നീ സുഖപ്പെടുത്തുമോ? അന്ന് കർത്താവ് ഒരു വാക്ക് അവന് കൊടുത്തു കാണും. ആ വാക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എൻ്റെ വിലാപ്പുറത്ത് നീ തൊടണം, അല്ലെങ്കിൽ അവിടെ നോക്കുമ്പോൾ നീ സൗഖ്യപ്പെടും. അപ്പോൾ യേശു ക്രിസ്തു മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇനിയും അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്നും അവന് കൊടുത്തൊരു ഉറപ്പുണ്ട് ക്രിസ്തുവിന്റെ. അതുകൊണ്ടാണ് അവൻ തോമാസ് ശ്ലീഹ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പ് എന്റെ മനസ്സിലുണ്ട്. അവന്റെ വിലാപ്പുറം എന്നെ കാണിക്കും, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് എന്റെ മുമ്പിൽ നിൽക്കും, അവന്റെ വിലാപ്പുറത്ത് ഞാൻ തൊടും, അപ്പോൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഇത് കർത്താവിന്റെ ഉള്ളിലും തോമാസ് ശ്ലീഹായുടെ ഉള്ളിലുമുണ്ട്. ജീവിതകാലത്ത് തനിക്ക് സൗഖ്യം കൊടുത്തിട്ടില്ല എങ്കിലും അവനോട് പറഞ്ഞു, നീ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നീ വിലാപ്പുറം കാണുമ്പോൾ ഇത് സംഭവിക്കും. ഇവിടെയാണ് കർത്താവ് വീണ്ടും വന്ന് നിന്നപ്പോൾ മാർത്തോമാ ശ്ലീഹ പറയുന്നത്, കർത്താവിനെ കാണണം. ഇങ്ങനെ വന്നപ്പോൾ കർത്താവ് വന്ന് ശിഷ്യന്മാരുടെ നടുക്ക് വന്ന് നിന്നിട്ട് പറഞ്ഞു, തോമായേ നീ ഇങ്ങോട്ട് വന്നേ. സത്യം പറഞ്ഞ എത്ര വാത്സല്യമുള്ള ഒരു കർത്താവ് അല്ലേ! തനിക്കെതിരെ അല്ലെങ്കിൽ തന്നോട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞെങ്കിൽ ഇതെല്ലാം വിസ്മരിക്കുക. വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ മക്കളെ ഇങ്ങനെയല്ലേ വിളിക്കുന്നത്. അവന്റെ ഉള്ളിൽ നിന്ന് വന്ന ശബ്ദങ്ങളൊക്കെ ക്രിസ്തുവിന് ഒരുപക്ഷെ വേദന ഉണ്ടാക്കി കാണാം. മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ഒന്ന് തിരസ്കരിച്ച മനുഷ്യനാകാം. പക്ഷേ തോമാസ് ശ്ലീഹായോട് കർത്താവ് പറയാണ്, തോമായേ നീ ഇങ്ങ് വന്നേ. അപ്പോൾ എന്തൊരു ഭയമായി കാണുമല്ലേ! ഇന്നലെ വരെ കണ്ട ക്രിസ്തു അല്ല. ആ തോമായെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തോമ അടുത്തു ചെന്നു. തോമായോട് പറഞ്ഞു, നീ അദ്ദേഹം കയ്യിൽ തന്റെ വിലാപ്പുറം കാണിക്കുകയാണ്. എന്തിനാ? ഞാൻ കഴിഞ്ഞ ആഴ്ച കഷായം അല്ലെങ്കിൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്തിനാണ് നമ്മുടെ കർത്താവ് വിലാപ്പുറം കാണിച്ചതെന്ന് ചോദിച്ചാൽ, വിലാപ്പുറത്ത് കുത്തിയപ്പോഴാണ് രക്തവും വെള്ളവും ഒഴുകിയത്. ഒരാൾ മരിച്ചു എന്ന് സ്ഥിരീകരിച്ച സംഭവമാണ് രക്തവും വെള്ളവും അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയത്. ഈ മഹത്തായ ഓർമ്മ തോമാസ് ശ്ലീഹായ്ക്ക് ബോധ്യപ്പെടുത്തുകയാണ്. തോമായേ, നീ വേറൊരു ക്രിസ്തു അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്, മരിച്ചുയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന ക്രിസ്തുവാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിന്റെ തെളിവ് ഈ വിലാപ്പുറത്ത് ഒഴുകിയ രക്തവും വെള്ളവുമാണ്. മനുഷ്യനായിരുന്നു ഞാൻ, മനുഷ്യനായി മനുഷ്യാവതാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ എന്നുള്ള വ്യക്തമായ അറിവ് ഇവിടെ തോമാസ് ശ്ലീഹായോട് കാണിച്ചു കൊടുക്കുക. തോമാസ് ശ്ലീഹ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പറയുന്നത് തോമാസ് ശ്ലീഹ ഒരിക്കൽ, എന്റെ വിശ്വാസം തോമാസ് ശ്ലീഹ വിരലിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ തോന്നി, ജീവിതകാലത്ത് തന്നോട് പറഞ്ഞു അവന്റെ വിലാപ്പുറത്ത് തൊടും, മരിച്ചുയർത്തെഴുന്നേറ്റതിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ അവന്റെ കരങ്ങൾ നീട്ടുന്നതായി നമ്മുടെ ദർശനമാണ്. അവൻ കരങ്ങൾ നീട്ടുകയും അവന്റെ കരങ്ങൾ വിരടുകയും ചെയ്തു. ആ വിരലുകൾ തമ്മിൽ മാറ്റി. അപ്പോൾ അവൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ജീവിതകാലത്ത് നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ എപ്പോഴും മേടിക്കാനിരിക്കുന്നവരാ. തോമാസ് ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചു, ജീവനുള്ള ക്രിസ്തു നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ജീവനുള്ള ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. നമ്മളൊക്കെ അത്ഭുതത്തെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ സന്നിധിയിൽ വന്ന് നിൽക്കും. ശരി, ആരാധനയിൽ എല്ലാം നിന്നപ്പോൾ ഒരു വാക്ക് നിങ്ങളോട് ഞാൻ പറയാം. നമ്മുടെ കർത്താവ് ഈ ദിവസം വിശുദ്ധ കുർബാനയിൽ വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ശിഷ്യന്മാരുടെ ഇടയിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ. 12 ശിഷ്യന്മാരിൽ നിൽക്കുക, അവരുടെ ഇടയിൽ വന്ന് നിന്നു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ കർത്താവ് വന്ന് നിന്നു. എന്നിട്ട് പറയുകയാണ്, തന്റെ ശിഷ്യന്മാർക്കെല്ലാം ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതുപോലെ നമുക്കും നൂറുകണക്കിന് പ്രയാസങ്ങളൊക്കെ ഉള്ളിൽ കാണുമല്ലേ? എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞ അതേ വാക്കുകളാണ് ഈ ആരാധനയിലുടനീളം നിങ്ങൾ കേട്ടത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വാക്കുകൾ, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന മഹത്തായ വാക്കുകളാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്ന അതീവ രഹസ്യങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ മധ്യേ വന്ന് നിന്നതുപോലെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്ന് നിന്നുകൊണ്ട് നമ്മുടെ മനസ്സുകളിലുള്ള ആകുലതകളും ദുഃഖങ്ങളും ശിഷ്യന്മാർക്കുള്ളതുപോലെ നമ്മളെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവ് തന്നിരിക്കുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു
എന്ന മനോഹരമായ വാക്കുകളാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉദ്ധിതനായ ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകും. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഈ മഹത്തായ ഉറവ് മനുഷ്യനായി മുറിവുകളേറ്റ, വേദനകളേറ്റ അവന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് അവന്റെ ആണിപ്പാടുകൾ അവന്റെ കരങ്ങളിൽ നമ്മൾ കാണുന്നത്, അവന്റെ കാലുകളിൽ അവന്റെ മുറിവുകൾ കാണുന്നത്, പഞ്ചമുറിവുകൾ അവന്റെ ശരീരത്ത് കാണുന്നത്. അവൻ മരിച്ചുയർന്നേറ്റ ക്രിസ്തുവാണ് എന്ന മഹത്തായ ഉറപ്പ് നൽകിയാണ്. വാതിലുകൾ അടച്ചിരിക്കെ അദ്ദേഹം വരുമ്പോൾ സ്വർഗരാജ്യത്തിലെ പുത്രൻ പിതാവിന്റെ സന്നിധിയിലെ പ്രകാരം ഇരിക്കുന്നു എന്നതിന്റെ അറിവ്. അതുപോലെ മനുഷ്യാവതാരത്തിന്റെ വലിയ അറിവാണ് നമുക്ക് നൽകുന്നത്. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു. ഈ മഹത്തായ അറിവിലൂടെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ. ചേർത്തും നീതിയാചാര്യന്മാരും മഹിമേനവാന്മാരും അഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്നാശന്താവീ നിൻമൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ദേശഗരുല
നിത്യമായ ഒതുക്കത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ തിരുശരീരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകൈ നീട്ടി ആശീർവദിക്കുമാറാകണമേ. വലിയൊരു നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്തരായ ഞങ്ങൾ പാരമ്പര്യമായ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവതമ്പുരാനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ, ഞങ്ങളുടെ ദൈവമായ യേശുമിശിഹ, നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബകുല സുബ്ഹാനല്ലാഹി ദൈവപദം ബദ്ധമാനവനേകാൻ മാനവനായാൻ വചനമെടുത്തൊരു ദേഹം സ്വന്തമാക്കി മഹേശൻ മനുഷ്യദേഹം പരതനുമാക്കിയുയർത്തെഴുന്നേറ്റാൻ നരനീശ്വരനാൻ ബന്ധിതമുറിയിൽ താനേ പോകി മാറ്റി ഉയർപ്പാൽ തോമാസ്ലീഹ തൻ സന്ദേഹ തിരുമുറിവിൻ വടു തൊടുവിക്കുകയാൽ സുസ്ഥിതനാക്കി മഹിത പ്രഭയോടു കല്ലറ വിട്ടൊരു നിഖിലേശ്വരനെ പാപം പ്രതിയൻ നിവരെ പാലിക്കണമേ. കർത്താവിനെ പുണ്യപ്പെടുത്തുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോട് വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നതായി സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്നേഹമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടകളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയെ കൊണ്ട് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും ബലഹീനദാസരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും.